നമുക്ക് ഇന്ന് കോളിഫ്ലവറും കരിക്കിൻ്റെ കാമ്പും വെച്ചിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ തന്നെയല്ലോ, വേണിച്ചേട്ടൻ ജോലിക്ക് കൊടുക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് വരുമോ. ഞാനും ക്യാമറമാനും മാത്രമല്ല. അപ്പം നമുക്ക് ഈ കരിക്ക് ആദ്യം നമുക്ക് വേവിക്കണം. കരിക്ക് എത്ര വേണ്ടാലും വേവാത്ത പോലെ എടുക്കുക. അപ്പം നമുക്ക് മുന്നേ കരിക്ക് കുക്കറിലിട്ട് ഒരു 4-5 വിസിലടിക്കാം. ഇത് കഴുകി വെച്ചതാണ്. കാമ്പൊക്കെ എടുത്ത് കഴുകി കരിക്കിന് അതിലേക്ക് കരിക്കിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പിടും അതിൽ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 5-6 വിസിലടിക്കുക. എന്നിട്ട് അപ്പോഴേക്കും അത് വേവും. എത്ര വിസിലടിച്ചാലും വേവാത്ത പോലെ എടുക്കുക. കോളിഫ്ലവർ ഒന്ന് തിളച്ച വെള്ളത്തിലിടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളത്തിൽ കോളിഫ്ലവർ ഇടണം. അതിന് കോളിഫ്ലവർ കഴുകി വെച്ച കോളിഫ്ലവറാണ്. അത് കുറച്ച് വെള്ളം ഇട്ടിട്ട് അതിന് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ തിളയ്ക്കുമ്പോൾ കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് ഓഫാക്കുക. മൂടി വെച്ചിട്ട് ഓഫാക്കുക. 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 7 പച്ചമുളക്, പിന്നെ അതിന് വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് മല്ലിയുടെ വേപ്പിൻ്റെ ഇടും, പിന്നെ കുറച്ച് മസാലപ്പൊടി ഇടും. അപ്പോൾ ഇത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി കരിക്കിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലവറിട്ട് മൂടിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സബോള, ഇത് കഴുകി വെച്ച് സബോള ഇടാം. പിന്നെ അല്ലാതെ അരിഞ്ഞിട്ട് കാണാം. വശം കോളിഫ്ലവർ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചു. പിന്നെ ഇത് ഓഫാക്കി വെച്ചു. പിന്നെ വേവിച്ചൊന്നുമില്ല ആ കോളിഫ്ലവറാണത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണേ? പിന്നെ ഇതിലേക്ക് കുരുമുളകും പെരിഞ്ചീരകവും 4 ഏലക്കായ്ക്ക് ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ ഒത്തിരി 4-5 എടുത്തിട്ടുണ്ട്. ഏലക്കായും കൂടി ചതയ്ക്കുക. പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടിക്ക് പകരം പച്ചമുളകും കുരുമുളകും. പിന്നെ അതിൽ നമുക്ക് സബോള വാട്ടാം. ഓക്കെ, എന്നാ കത്തിച്ചോ. പിന്നെ ഇത് കരിക്ക് നമ്മൾ 6-7 വിസിലടിച്ചു. ഇതിൻ്റെ അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഇരുന്നിട്ട് ചൂടാക്കട്ടെ. അവിടെ നമുക്കിത് കുരുമുളകും പെരിഞ്ചീരകവും ഏലക്കായും കൂടിയിട്ട് ചതച്ചേക്ക്. ഇത് നമ്മൾ അന്നുണ്ടാക്കിയ കറിയാണോ? അല്ലല്ല, ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക. നമ്മളടക്ക് ഉണ്ടാക്കാറുണ്ടത്. ഇതിപ്പോൾ ചേട്ടന് കരിക്ക് കഴിച്ചില്ലേ പനിയായിട്ടിരിക്കുമ്പോൾ. ഇന്നലെ കരിക്ക് മൂത്തെന്ന് വെച്ചാൽ അങ്ങനെ ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അച്ഛൻ പറഞ്ഞ് നമ്മളോട് കരിക്ക് കറി ഉണ്ടാക്കാറ്. നമ്മളടക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഉണ്ടാക്കാറുണ്ട്. കോടന്നൂര് 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സാറിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞ് സാറും നമുക്ക് പിന്നെ ഉണ്ടാക്കണം, അത് എളുപ്പമല്ല. കുറേ ആൾക്കാർ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന ശരിയെ കരിക്ക് മേടിക്കാൻ എളുപ്പമല്ല. കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് ഇന്ന് കറണ്ട് പോകണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ. കറണ്ട് പോയാൽ ഇടയ്ക്ക് അപ്പനെ വരാറുണ്ട്. എന്താണ് അവൻ വരുന്നില്ല. 2 മിനിറ്റ് അവർക്ക് വരാറുണ്ട്. ആദ്യം സപ്പോള ഇട്ടിട്ട് വാടുന്നു. തക്കാളി ഇതൊക്കെ സവോളയിലേക്ക് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിടുണ്ട്. കരിക്കിൽ ഉപ്പിട്ടുണ്ട് കേട്ടോ. ഞാൻ സവോളയിലേക്ക് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിടും. അതിൻ്റെ ഇത് ചതച്ച് കഴിഞ്ഞല്ലേ? കുരുമുളകും പെരിഞ്ചീരകവും ഏലക്കായും ചതച്ച് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഉള്ളിയും ഇഞ്ചിയും ചതക്കണം. ഇനി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതയ്ക്കാൻ പോവാട്ടാ. പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പച്ചമുളക് കൂടെ കീറി വെച്ചിട്ടുണ്ട്. മുളകും കൂടി ഇടാത്ത കുരുമുളക് ഇത്തിരി കൂടുതലിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും ഇത്തിരി കൂടുതലിട്ടുണ്ട്.
അതിന് സവോള ഒന്ന് അരക്കുക. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് കഴിഞ്ഞു കേട്ടാ. അത് ഇട്ടു. എന്താ കറണ്ട് വരാത്തമ്മേ? എന്താ നല്ല കുറച്ച് നേരത്തേക്ക് എപ്പോഴും പെട്ടെന്ന് വന്നു. നന്നായി ഡാർക്കായിട്ടാ ഒരു മീഡിയം ആക്കിയിട്ടുള്ളത്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കറണ്ടില്ലാത്ത പ്രോബ്ലം ഉണ്ട്. അതിലേക്ക് പച്ചമുളക് കീറി വെച്ച പച്ചമുളക് ഇട്ടു. ഇനി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരുംജീരകം അതൊക്കെ ചതച്ചത് അത്. ഇനി അത് കാണുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ കരിക്കൻ്റെ കാമ്പ് വേവിക്കുമ്പോൾ അതിലിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ കണ്ടോ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. മഞ്ഞൾപ്പൊടി പൊടി. പിന്നെ നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഒന്ന് വാടി കഴിഞ്ഞ് വാടണം. തക്കാളി ഇടാം. നമ്മളിനി തക്കാളി ഇടുകയാണ് കേട്ടാ. തക്കാളി ഒന്ന് വാടട്ടെ. ഇത് നമ്മളിനി തക്കാളി വാടിയിട്ട് കാണാം. തക്കാളിയൊക്കെ ഇത് ഉടഞ്ഞ് നന്നായി ഗ്രേവി കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ പകുതി വേവാണെങ്കിൽ കോളിഫ്ലവർ തിളച്ചുടക്കി ഇട്ടതാണ് അത് ഇതിലിടുക. നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഉടഞ്ഞു പോവും. അത് കാരണം നമ്മൾ ഇനി ആക്കാൻ വേണം. പിന്നെ കരിക്ക് വേവിച്ചത് ഇതിൽ ഒഴിക്കണം. വെള്ളവും ഒക്കെ അതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം കൂടി ഇതിൽ ഒഴിക്കണം. അപ്പോൾ ഇനി ഇത് വെന്നിട്ട് വേണം. വെള്ളം ഇതിലുണ്ട്. അപ്പോൾ ഇത് വേണം. അതിന് കുറച്ച് മല്ലിയുടെ ഒരു വേപ്പിൻ്റെ ഇപ്പോഴുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കുമ്പോൾ ഇനി ഇത് കിടന്നാണ്. നമ്മുടെ കറി റെഡി ആയിട്ടാ. കോളിഫ്ലവർ ഉടയി ഒന്നും ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ എടുക്കുന്നുണ്ട്. കോളിഫ്ലവർ വെന്തിട്ടുണ്ടെന്ന് ഉടഞ്ഞിട്ടില്ല. പിന്നെ ഇത് കരിക്കിൻ്റെ കാമ്പ് നന്നായി വെന്തുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മളെ കരണ്ടി ചതച്ചിരിക്കുന്നു. ഇനി ഇതിൽ കുറച്ച് മല്ലിയുടെ ഇലയും വേപ്പിൻ്റെ ഇല ഇടാം. മസാലപ്പൊടി ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇതിൽ മസാല ടേസ്റ്റ് ഉണ്ട്. മോള് പറയുന്നത് കുറച്ച് മസാലപ്പൊടി ഇടാം. പുറത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം ഇതിന് കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. പെരുംജീരകവും ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും അതിന് നല്ല ടീമിൻ്റെ മല്ലിയുടെ ഒക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മോൾക്ക് കുറച്ച് ഇടണമെന്നറിയാം. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചിന് പിന്നെ മസാലപ്പൊടി ഇട്ടു. ഇനി ഇത് ഓഫാക്കി ടേസ്റ്റ് നോക്കാം. അപ്പോൾ എന്തുകൊണ്ട് കറി ഉണ്ടാക്കിയുള്ള ചേച്ചിയെ? കോളിഫ്ലവറും കൂടിയിട്ട് മസാലക്കറി. കരിക്കും കോളിഫ്ലവർ മസാലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചെയ്യാറുള്ളല്ലോ ഒക്കെ. അപ്പോൾ ഞാനത് ടേസ്റ്റ് നോക്കിയാലോ? ടേസ്റ്റ് ചെയ്തിട്ടാ ടേസ്റ്റ് നോക്ക്. കരിക്ക് കോളിഫ്ലവർ കറി. എങ്ങനെയുണ്ട്? ഇറച്ചിക്കറി പോലിട്ടില്ല. മറ്റേതില്ലേ കൂന്തള്. കൂന്തളുടെ ഒരു ടേസ്റ്റ് വരില്ലേ? ഇതിൻ്റെ ഹൈലൈറ്റ് ഇതാണ് കരിക്കിൻ്റെ. പിന്നെ ഇത് ചപ്പാത്തിക്ക് വെള്ളയപ്പം നൂലപ്പം അങ്ങനത്തെ ഉപയോഗിക്കാം. അത്രയും നല്ല കറിയാട്ടോ. പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ വെജ് ബിരിയാണി കറിയായിട്ട് ഉപയോഗിക്കണം. കരിക്ക് കോളിഫ്ലവർ. ബാക്കി മസാല എന്തുട്ടാ? മസാല നമ്മൾ പെരുംജീരകം കുരുമുളകും ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായ ഇട്ടുണ്ട്. പിന്നെ മല്ലിയുടെ ഇല വേപ്പിൻ്റെ ഇല. പിന്നെ രശ്മി പറഞ്ഞിട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ടു. അപ്പോൾ നല്ല അടിപൊളി. അപ്പോൾ എല്ലാവരും ഇതുപോലെ കറികൾ വീട്ടിൽ വെച്ച് നോക്കണം. കരിക്കണം. അധികം സ്വല്പം മൂത്ത കരിക്ക് വേണം. നാളേരാവാൻ പാടില്ല. അതും കോളിഫ്ലവർ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കൂണിട്ട് വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും
ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ബൈ. Please subscribe, like, comment, share and enable the bell button.